ശ്യാമേ, ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് അറിയപ്പെട്ട ഒരു യുവതിയാണ് നിഖില. പക്ഷേ നിഖില നമുക്കറിയാം, നിഖിലയെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, ബുള്ളറ്റ് ലേഡി. കാരണം ഈ നിഖില പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് അവിടെയുള്ള ആളുകളൊക്കെ ആയി സൗഹൃദം സ്ഥാപിച്ചിട്ട് നിഖിലയുടെ പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ മറവിൽ ആ സൗഹൃദങ്ങളെ മറയാക്കിക്കൊണ്ട് ഈ മയക്കുമരുന്ന് കടത്തുക, കച്ചവടം ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൂടെ നിഖിലയെ പോലീസ് പിടിക്കും, എക്സൈസ് പിടിക്കും. അങ്ങനെ ബുള്ളറ്റ് ലേഡി എന്ന പേരിലാണ് ഈ യുവതി അറിയപ്പെടുന്നത്. 29-30 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുള്ളറ്റ് ലേഡിയുടെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മളിത് മറ്റൊരു കേസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. അന്ന് പിന്നെ എനിക്കൊരു മറന്നുപോയിരുന്നു, ഇത് ബുള്ളറ്റ് ഗേൾ എന്നാണോ ബുള്ളറ്റ് ലേഡി എന്നൊരു സംശയം വന്നത്. ബുള്ളറ്റ് ലേഡി എന്നാണ് നിഖിലയെ വിളിക്കാറുള്ളത്. നിഖിലയുടെ ഒരു വലിയ പ്രത്യേകത, നിഖിലയെക്കുറിച്ച് ഈ പറയില്ലേ, നമ്മൾ ചിലപ്പോഴൊക്കെ ചില ആളുകളെ വളരെ വലിയ പ്രശസ്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. കുറേ നാൾ കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നവർ അതിന് മാധ്യമങ്ങൾ തന്നെ പിടിച്ച് തറയിടും. ചിലരെയൊക്കെ ഭയങ്കര രീതിയിൽ വളരെ വലിയ ഹൈപ്പൊക്കെ കൊടുത്തു കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ കൊണ്ടുവന്ന ശേഷം മാധ്യമങ്ങൾ തന്നെ ഇവരെ പിടിച്ച് തറയിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ കുറേ കഴിയുമ്പോഴായിരിക്കും ഇവരറിയുന്നത് ഇവർക്കൊക്കെ പിന്നിൽ, അതായത് ഈ ഹൈപ്പിനൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ അറിയുന്നത്. അതുപോലെ സംഭവിച്ച ഒരു കേസാണ് ഈ നിഖിലയുടെ കേസ്. നിഖില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവിൽ നിഖില നല്ല വിദ്യാഭ്യാസം, നന്നായി പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്. ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ പയ്യന്നൂർ മുല്ലക്കോടാണ്. അപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവർ ഈ കഴിവ് തെളിയിച്ച് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്തു. ഹൈപ്പ് ഉണ്ടാക്കുന്ന വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വലിയ ബുള്ളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന രീതിയിലുള്ളൊരു ബുള്ളറ്റൊക്കെ ആയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട, വനിതാ ദിനത്തിന് പോലും പിന്നെ ഇവരുടെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. പഴയ വാർത്തകൾ എടുപ്പുണ്ട്, നോക്കിയാൽ മതി. പല ചാനലുകളും, ഇവിടുത്തെ പ്രമുഖ ചാനലുകൾ പലതും നിഖിലയുടെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ബുള്ളറ്റ് ലേഡി എന്ന് പറഞ്ഞിട്ട്. ബുള്ളറ്റ് ലേഡി എന്ന് പേരിട്ടത് പോലും മാധ്യമങ്ങളാണ്, അവിടുത്തെ നാട്ടുകാരൊന്നുമല്ല. അതിന് മാധ്യമങ്ങൾ പറയുന്നത് നാട്ടുകാർ ഇവിടെ ഇവരെ വിളിക്കുന്നത് ബുള്ളറ്റ് ലേഡി എന്നാണ്. ഒരിക്കലുമല്ല, നാട്ടുകാരൊന്നുമല്ല ഇട്ടത്. ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന് പേര് ചാർത്തി കൊടുത്തത്. അങ്ങനെ പല മാധ്യമങ്ങളും ഈ പറയുന്ന പോലെ വനിതാ ദിനത്തിൽ നിഖിലയുടെ സ്റ്റോറികൾ ചെയ്തു. നിഖിലയുടെ ഈ സാഹസിക, ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയുള്ള നിഖിലയുടെ സഞ്ചാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിഖിലയുടെ ഒറ്റയ്ക്കുള്ള യാത്രകളെക്കുറിച്ചും അവരുടെ ധൈര്യത്തെക്കുറിച്ചുമൊക്കെ വലിയ വാർത്തകളൊക്കെ പല മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ട്. മെയിൻ സ്ട്രീമിലെ മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം നിഖിലമാർ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടാനുള്ളൊരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എല്ലാ മീഡിയാസിനും മോർണിംഗ് ഷോ എന്ന് പറയുന്നൊരു പരിപാടി ഇപ്പോൾ ഉണ്ട്. പഴയ പോലെ ഫ്ലോറിൽ വന്ന് തട്ടയിൽ കയറി നിന്ന്, തട്ടെന്ന് വെച്ചാൽ റീഡ് ചെയ്യുന്ന, നമ്മളതിനെ തട്ടെന്ന് വിളിക്കാറുള്ളത്, തട്ടയിൽ കയറി കസേര ഇട്ടിരുന്ന് പ്രോംപ്റ്ററിൻ്റെ മുന്നിൽ പ്രോംപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന എന്തോ തലേ ദിവസം രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന റിപ്പോർട്ടർ, അവിടുത്തെ ജേർണലിസ്റ്റ് ആയിരിക്കും ഈ ഇൻട്രോ ഒക്കെ തയ്യാറാക്കി വെക്കുന്നത്. ഓരോ റിപ്പോർട്ടേഴ്സും കൊടുക്കുന്ന ഇൻട്രോ ക്യാപ്ചർ ചെയ്ത് ഈ പറയുന്ന സോഫ്റ്റ്വെയറിൽ കയറ്റുകയും സോഫ്റ്റ്വെയർ അത് പ്രകാരം പ്രോംപ്റ്ററിൽ കൊടുക്കുകയും റീഡർ ഇത് നോക്കി വായിച്ച് അതിൻ്റെ തൊട്ട് പിന്നാലെ പാക്കേജ് എന്താണോ പാക്കേജ് PCR ഇരിക്കുന്നവർ സ്വിച്ച് ചെയ്ത് പ്ലേ ചെയ്യുകയും ചെയ്യും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അതിൽ നിന്നൊക്കെ മാറി റീഡറെ പൂർണ്ണമായിട്ടും തുറന്നു വിടുന്ന, സ്വാതന്ത്ര്യത്തോടു കൂടി തുറന്നു വിടുന്ന ഒരു രീതി, പൂർണ്ണ സ്വാതന്ത്ര്യം. റീഡർക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റർ നോക്കി വായിക്കാം. മിക്കവാറും റീഡേഴ്സൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്ററിൽ ഇൻട്രോ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്താണ് കണ്ടന്റ് എന്നിങ്ങനെ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ബസ്സിൻ്റെ സീറ്റിൽ ചവിട്ടില്ലേ, അല്ല ബസ്സിൻ്റെ ആക്സിലേറ്ററിൽ ചവിട്ടില്ലേ, അതുപോലെ റീഡ് ചെയ്യുന്നിടത്ത് ഒരു കാലിൽ ആക്സിലേറ്റർ പോലെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഇത് ചവിട്ടുമ്പോഴത്തേക്ക് പ്രോംപ്റ്ററിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതൊരു കുഞ്ഞൊരു റിമോട്ടാണ്. ഇത് നമ്മളെ ഈ കൈ ഇരിക്കുന്ന ഈ സാധനം നമ്മൾ കാണുക പോലും ഇല്ല. ഇത് ഇത്തിരി മുമ്പേക്ക് ഇച്ചിരി വലുതായിരുന്നു. മൊബൈൽ പോലെ തന്നെ, മൊബൈൽ വന്ന കാലഘട്ടം അറിയാമോ, റിസീവറൊക്കെ വലിയ ഫോണിൻ്റെ പോലെയുള്ള എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ ഉള്ള ആ ഒരു വലിയ, ഇപ്പോൾ ഇതൊന്നൊരു കുഞ്ഞൊരു സാധനം. ഇതിങ്ങനെ കയ്യിലിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴനുസരിച്ച് ഇതിങ്ങനെ നീങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സ് പൊതുവേ പ്രോംപ്റ്റർ നോക്കേണ്ട ആവശ്യമോ പ്രോംപ്റ്റർ നോക്കി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ആദ്യത്തെ ലൈൻ കാണുമ്പോൾ തന്നെ അവർക്ക് ഇത് ഇന്നതാണെന്ന് മനസ്സിലാവും. അവർ പിന്നെ സംസാരിക്കാൻ ശേഷിയുള്ളവരാണല്ലോ റീഡേഴ്സ്, നന്നായി സംസാരിക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ച് അവരുടേതായിട്ടുള്ളൊരു ഭാവന കലർത്തി ഇത് വായിക്കുകയും അത് ആ രീതിയിൽ തന്നെ മനോഹരമായി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആളുകൾക്കും അത് ഇഷ്ടമാണ്. മസിൽ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതിനോട് ആളുകൾക്കൊട്ടും യോജിപ്പില്ല. ഞാൻ റീഡറാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് മസിൽ പിടിച്ച് ഇരുന്ന് വായിക്കുന്നതിനോട് ആൾക്കാർക്ക് താല്പര്യമില്ല. പണ്ടത്തെ ദൂരദർശനുമല്ല, പണ്ടത്തെ കാലഘട്ടത്തിലെ ചാനലുകളും അല്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇടം വന്നപ്പോൾ, ഈ മോർണിംഗ് ഷോകൾ വന്നപ്പോഴത്തേക്ക് ധാരാളം ഇത്തരത്തിലുള്ള ലൈറ്റ് സ്റ്റോറീസ്,
ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ആവശ്യമായി വന്നു. അപ്പോൾ ഒരു റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ഏത് റിപ്പോർട്ടറാണെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി വേണം. അത് നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സാധനമാണ്. ആ ഡേറ്റിൽ നമ്മളത് കൊടുത്തിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഈ പറയുന്ന സർവ്വ ഉടായ്പകളെയും പിടിച്ച നന്മമരങ്ങളായിട്ട് ഈ റിപ്പോർട്ടേഴ്സ് അങ്ങ് പ്രഖ്യാപിക്കും. റോഡിൽ കൂടെ പോകുമായിരിക്കും. റോഡിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കും ഒരാളെ കാണുന്നത്, ആ ശരി കൊള്ളാം, അയാൾ എന്തെങ്കിലും ഉടായ്പായിരിക്കും, എന്തെങ്കിലും എന്താ പറയുക, ചിലപ്പം വല്ല എന്തെങ്കിലും വിൽപ്പനയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി വിൽക്കുന്നു. കഥയൊന്നും കേൾക്കണ്ട, അവയോടെ ചെല്ലുമ്പോൾ അവ എന്തെങ്കിലും കഥ പറയും. ശരി, ആ കഥ ഇവർ വിശ്വസിക്കും. അവനതിൻ്റെ മറവിൽ വേറെ എന്തെങ്കിലും വിൽക്കുകയാണെന്ന് പോലും പറയും. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അവനതിൻ്റെ മറവിൽ വേറെ എന്തെങ്കിലും വിൽക്കുകയാണെന്ന് പോലും പറയാൻ പറ്റില്ല. ഇവിടെ അടുത്ത കാലത്ത് ഒരു വലിയ രീതിയിൽ, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു മാധ്യമം ആഘോഷിച്ച ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞ് ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ്. ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞ് സിനിമ ഡയറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വലിയ രീതിയിൽ മാധ്യമങ്ങളത് കുറേ മാധ്യമങ്ങളൊക്കെ കൊടുത്തു. അത് കുഞ്ഞിനെ ഞാൻ കുറ്റം പറയല്ല, ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അത് ചെയ്തു എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കുഞ്ഞിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ആ കുഞ്ഞിൻ്റെ സാഹചര്യം അങ്ങനെയാണ്, അതിൻ്റെ ശാരീരിക അവസ്ഥ എങ്ങനെയാണ്. അങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരിക്കലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തെടുക്കാൻ, ഇത് മറ്റാരോ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ഒരു വിഷയം എഴുതി സ്ക്രിപ്റ്റ് തയ്യാറാക്കി ചെയ്ത ശേഷം ആ കുഞ്ഞിൻ്റെ പേരിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുമല്ലോ. അതായത് ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കുറ്റം പറയുകയൊന്നുമല്ല. അങ്ങനെയുള്ള അവർക്ക് ചില കുട്ടികൾ വളരെ മെൻ്റലി വളരെ ടാലൻറ്റഡ് ആയിരിക്കും, പക്ഷേ ഈ കുഞ്ഞിന് സംസാരിക്കാൻ പോലും ശേഷിയില്ല. മാത്രമല്ല കുഞ്ഞ് ഒരു സൈഡിലോട്ട് മാത്രമേ നോക്കുള്ളൂ, സ്റ്റേറ്റിലേക്ക് നോക്കുന്നില്ല. അതിന് ഓട്ടിസം മാത്രമല്ല വേറെ എന്തോ അസുഖവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. ഇപ്പം മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ, ഈ കുഞ്ഞിൻ്റെ പേരിൽ തലയിൽ കെട്ടിവെച്ചതാണ്. ഇപ്പോൾ ഇത് പറയുന്നവർ പറയുന്ന ഒരു കുഞ്ഞ് സിനിമ ഡയറക്റ്റ് ചെയ്താണോടാ അതിൻ്റെ കുഴപ്പം, നീ അതിനെയൊക്കെയാണോ തെറ്റായി കാണുന്നതെന്നൊക്കെ ചോദിക്കും. ശരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം പലരും എങ്ങനെയും ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആളുകൾ. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയും കൂടെ വന്നതോടുകൂടി, അതെ, സോഷ്യൽ മീഡിയയും കൂടെ ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് വളർച്ചയിൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാകും. അപ്പോൾ വളർച്ചയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം ആ കുഞ്ഞിന് ചിലപ്പോൾ 10-12 വയസ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന ഇതുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഈ കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരികയും ആ കുഞ്ഞ് പ്രവർത്തികൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ കുഞ്ഞ് അതിന് 4 വയസ്സോ 3 വയസ്സോ അല്ല എന്ന് പറയും. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത്. പക്ഷേ ഇവർ പറയും ഇത് 3 വയസ്സാണ് ഈ കുഞ്ഞിന് പ്രായം, അല്ലെങ്കിൽ 4 വയസ്സാണ് പ്രായം. ശരിക്കും ഈ കുഞ്ഞിന് 10-12 വയസ്സുണ്ടാവും. അതിൻ്റെ വളർച്ചയുടേതായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ആളുകളും തെറ്റിദ്ധരിക്കപ്പെടും. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, കൺകെട്ട് വിദ്യ ഒരുപാട് ഇവിടെ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ അത്തരം കൺകെട്ട് വിദ്യകളിലൂടെ ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ, എല്ലാവരും ഇല്ല, ചില മാധ്യമങ്ങൾ, ചില റിപ്പോർട്ടേഴ്സ് പ്രഷർ കൊണ്ടാണ്. അങ്ങനെ പ്രഷർ ഏറിയ ഏതോ ഒരു റിപ്പോർട്ടറാണ് ഇവരെ ഇങ്ങനെ ആക്കിയത്, ഈ പറയുന്ന ബുള്ളറ്റ് ലേഡിയാക്കി മാറ്റിയത്. പണ്ടൊരു റിപ്പോർട്ടർ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഗുണ്ട വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയി. അവനൊന്നും ഗുണ്ടയൊന്നുമല്ല, അവൻ ഈ പാർട്ടിയുടെയൊക്കെ പുറകെ നടക്കുന്ന ഒരു ചെക്കൻ. അപ്പോൾ ഇവനെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയി ഒരു വെല്ലുവിളിക്കുന്ന ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇത് ഏറ്റു വിളിക്കുന്നു. സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് പേപ്പർ ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞ് ചെറിയൊരു പേപ്പറിനകത്ത് മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുക. അവൻ അത് നോക്കി വിളിച്ച്, ആരോ എഴുതി കൊടുത്തിയാണത് അവൻ അത് നോക്കി വിളിച്ചു, ബാക്കിയുള്ളവർ ഏറ്റു വിളിച്ചു. അവനിന്നിപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഗുണ്ടയാണ്. അവനിത് ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഗുണ്ടയാണ്, പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു ഗുണ്ടയാണ്. അപ്പോൾ അവന് ഗുണ്ടയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവനത് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവനൊരു താരമാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്ന ഒരാളാണ് ഈ പറയുന്ന പോലെ നിഖില. ശരിക്കും ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഈ കുട്ടി ഒരു ലഹരിയുടെ ഉപയോഗത്തിലേക്ക് വീണു പോവുകയും പിന്നീട് ലഹരിയുടെ വിൽപ്പനയിലേക്ക് കടക്കുകയും ചെയ്തു. മുല്ലക്കോടിലെ വീട്ടിൽ നിന്ന് അന്നത്തെ ഷിജിൽ, കെ കെ ഷിജിൽ അന്ന് ഇവരുടെ വീട് വളഞ്ഞ് മുല്ലക്കോടിലെ വീട് വളഞ്ഞിട്ട് വീടിനുള്ളിൽ കയറിയപ്പോൾ ഇവർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബാഗിൽ നിന്നും 2 കിലോ കഞ്ചാവാണ് 2023 ഡിസംബറിൽ പിടിക്കുന്നത്. അതാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസ്. ആ കേസ് വന്നപ്പോഴാണ് മാധ്യമങ്ങൾ ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന, നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന നിഖിലയുടെ തനി സ്വരൂപം പുറത്ത്. ആര് നാട്ടുകാർ വിശേഷിപ്പിച്ചു? നിങ്ങളാടോ വിശേഷിപ്പിച്ചത്? മാധ്യമങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് വിശേഷിപ്പിച്ചത്. ആ നാട്ടുകാരൊന്നും പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് ഒരാൾ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശമൊക്കെ നല്ല ധാരണയാണ് ഇവന് എത്രക്കാരനായിരിക്കും എന്നുള്ളത്. അവർക്ക് ഒരാളെ അസസ് ചെയ്യുന്നതിൽ കണ്ണൂരുകാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
അവർ ആ കാര്യത്തിലൊക്കെ വളരെ മികച്ച ആളുകളാണ്. ആ കാര്യത്തിൽ ഉടായിപ്പുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നടക്കത്തില്ല. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ അങ്ങനെ 2023 ഈ കേസ് വരുന്നു. 2023 വന്ന ശേഷം പിന്നീട് ഇങ്ങോട്ടെല്ലാം ഡാൻസ് ഓഫിൻ്റെ ശ്രദ്ധയിലായി ഇവർ. അവരിങ്ങനെ എപ്പോഴും ഇവരെ അവരുടെ ഒരു സർവീലൻസിലാണ് ഈ നിഖില നിൽക്കുന്നത്. നിഖിലയ്ക്ക് അത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഡാൻസ് ഓഫ് ഇവരുടെ പുറകെ തന്നെയുണ്ട്. അപ്പോൾ ഈ ടീം ഇവരെ നോക്കുന്നുണ്ട്, ഇവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സാധനം കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെയുള്ള അവർ ശ്രദ്ധിച്ചുകൊണ്ട്. പക്ഷേ നിഖിലെ പെട്ടെന്ന് കയറി പിടിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ലേഡിയാണ്. നിഖിലയ്ക്ക് നന്നായി സംസാരിച്ച് നിൽക്കാനും അറിയാം. എനിക്ക് തോന്നുന്നു ഒരു മാധ്യമ ഫീൽഡിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വാർത്താ അവതാരക എന്ന നിലയിൽ വലിയ രീതിയിലാവേണ്ട ആളാണ്. പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ ഇന്ന് വല്ല MLA ആയനെ. നല്ല രീതിയിൽ സംസാരിക്കാൻ നിഖിലയ്ക്ക് അറിയാം. നിഖിലയ്ക്ക് സംസാരിച്ച് ജയിക്കാനും അറിവുള്ള ആളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പിടിച്ചിരിക്കുന്നത് മെത്താഫിറ്റമിനുമായിട്ട് 4 ഗ്രാമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. പയ്യന്നൂർ പോലീസാണ് പിടിച്ചത്. പയ്യന്നൂർ വെച്ച് ഇവരെ പിടികൂടുകയും ഇവരിൽ നിന്ന് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 4 ഗ്രാം മെത്താഫിറ്റമിൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വീണ്ടും ഈ ബുള്ളറ്റ് ലേഡി എന്ന് പറയുന്ന നിഖില വാർത്തകളിൽ വീണ്ടും നിറഞ്ഞിരിക്കുന്നത്. ഇവർ ശരിക്കും ഈ വിദ്യാഭ്യാസം പകുതിയിൽ നിന്ന് നിർത്തി പയ്യന്നൂരിലെ ഒരു സെയിൽസ് ഗേളായിരുന്നു. ഒരു തുണിക്കടയാണെന്ന് ഓർമ്മ, ഒരു സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ നിഖിലയ്ക്ക് ഒരു ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്രത്തോളം സാലറി ഉണ്ടാവും നമുക്ക് കണക്കൂട്ടല്ലോ. ആ ഒരു ലൈഫല്ല നിഖിലയുടേത്. നിഖില ആഗ്രഹിക്കുന്ന ലൈഫ് വേണമെങ്കിൽ തുണിക്കടയിൽ ജോലി ചെയ്താൽ പോരാ. അല്ല, അങ്ങനെ ജോലി ചെയ്യുമ്പോഴും ആ രീതിയിലുള്ള ലൈഫ് അല്ല. വളരെ ഫേമസ് ആണ് അവർ, സോഷ്യൽ മീഡിയയിലെ താരമാണ്. ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി, നിഖിലയുടെ ഒരുപാട് വീഡിയോസ് വരും. എന്ന് വെച്ചാൽ മോശമൊന്നുമല്ല, വണ്ടി ഓടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ആഘോഷിക്കപ്പെട്ട ഒരാൾ പെട്ടെന്നൊരു ദിവസം ഈ മാധ്യമങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ മാധ്യമങ്ങളാൽ തന്നെ തറയിലിട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോറസ്റ്റിൽ ഒരു ആളെക്കുറിച്ച് പറഞ്ഞല്ലേ, ഒരാൾ പാമ്പ് പിടിക്കുന്ന നടക്കുന്ന, ഇപ്പോൾ അവരെയാണ് മാധ്യമങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ തന്നെയാണ് അവരെ ആഘോഷിച്ച് കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ പാമ്പിനെ പിടിച്ചിട്ടുള്ള വനിത, മുള്ളൻ പന്നിയെ പിടിച്ചിട്ടുള്ള വനിത എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവരിപ്പോൾ കുരങ്ങനെ മോട്ടിച്ച കേസിനകത്ത് പ്രതിയാണെന്ന് പറഞ്ഞ് നടക്കുക മാധ്യമങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയാൽ മതി. അത് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വലിയ പ്രശ്നം ഈ എന്തും കയറി വാർത്തയാക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇത്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കടുവ വന്ന് ഒരുത്തിന് പോസ് ചെയ്തു പോലും. അവനിങ്ങനെ വണ്ടി ഇരുന്നപ്പോൾ ഒരു കടുവ തേയിലക്കാട്ടിൽ, ഒന്നാമത്തെ കാര്യം ആ ഏരിയ തേയിലയില്ല. അത്രയും ഉഷ്ണമേഖലയാണത്. താപനില ഉയർന്നു കിടക്കുന്നിടത്ത് എങ്ങനെയാണ് തേയില വളരുക? തേയില അവിടെ വളരില്ല. അത് ആ ഏരിയയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ തേയിലക്കാട്ടിൽ ഒരു കടുവ വന്നു. കടുവയെ ഇവൻ കണ്ടു. അപ്പോൾ കടുവ ഇങ്ങനെ ഇവനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ ഇറങ്ങിച്ചെന്ന് കടുവയുടെ ഒരു ഫോട്ടോ എടുത്തു. ഇവനും കടുവയും നേർക്കുന്നത്. അതിവിടുത്തെ ഒരു മാധ്യമത്തിലെ വലിയ റീഡറായിട്ടുള്ളൊരു മനുഷ്യൻ പറഞ്ഞു, കടുവയ്ക്ക് ഒരു പക്ഷേ വിശപ്പില്ലാത്തത് കൊണ്ടായിരിക്കും ആ യുവാവിനെ വെറുതെ വിട്ടത്. ഇത്തരം സാഹസികങ്ങൾക്ക് ദയവായി ആരും ശ്രമിക്കരുത്. വലിയ ഉപദേശിയ റീഡർ. ആരാണെന്ന് മനസ്സിലായി. ഒരു കലോത്സവത്തിൽ തന്നെ വിഷയം ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഈ റിപ്പോർട്ടേഴ്സ് പ്രഷർ കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. റിപ്പോർട്ടേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. റിപ്പോർട്ടേഴ്സിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസ്കിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ റിപ്പോർട്ടർക്ക് ഏതെങ്കിലും ഒരുത്തനെടുത്ത് എന്തെങ്കിലും ഒരു പൊട്ട വീഡിയോ ഇടുന്നത് ഏതെങ്കിലും ഡെസ്കിലിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ആരുടെ ശ്രദ്ധയിൽ ഇത് പെടും. അപ്പോൾ പെടുമ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞില്ല, അവൻ അയച്ചു കൊടുക്കും. സീനിയർ ആയിട്ടുള്ള ഒരാളുടെ ഈ ലിങ്കായിരിക്കും ഈ പറയുന്ന അയച്ചിരുന്നതായിരിക്കും അവിടെ വരുന്നത്. അവിടെ വരുമ്പോൾ ഈ റിപ്പോർട്ടർ കൊണ്ടുവന്ന പ്രഷർ പിന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. 1-2 പേരെ വിളിക്കുമ്പോൾ എന്താ ഇത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതൊന്നും അന്വേഷിക്കാൻ സമയമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ലൈവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടേഴ്സിന്. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഒരു റിപ്പോർട്ടർ കയറി കഴിഞ്ഞാൽ പാതിരാത്രി ആയാലും ആ റിപ്പോർട്ടർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും ഉണ്ട്. ഇത്രയധികം മാനസിക സമ്മർദ്ദം, പ്രഷർ ഭയങ്കരമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ റിപ്പോർട്ട് ചെയ്ത ലൈവ് നിന്ന് ചില റിപ്പോർട്ടേഴ്സിന് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഇപ്പോൾ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർത്ത നമ്മൾ രാവിലെ 7:30 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് 8 മണിക്കോ 9 മണിക്കോ ഇടയ്ക്ക് ഇപ്പോൾ ചർച്ചയാണ്. 8 to 9 ചർച്ചയാണ്. 9-ന് ശേഷം ഈ പറയുന്ന പോലെ സ്പോർട്ട് റിപ്പോർട്ടറിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിൽ ഒരു വിഷയം വരും. അതായത് റിപ്പോർട്ടർ ലൈവായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവനാണല്ലോ രാവിലെ ഇത് ബ്രേക്ക് ചെയ്ത്, ഇവൻ തന്നെ രാത്രി 9 മണിക്ക് അടയ്ക്കണം. അങ്ങനെയുള്ള അവസ്ഥയും ധാരാളമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പണ്ട് ആയിരുന്നു ഈ മേഖലയിലെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ഉണ്ടായിരുന്നത്. പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സാലറിയൊക്കെ നമുക്ക് പറയുന്ന പോലെ കിട്ടത്തില്ലായിരുന്നു. ഒരു മാസം സാലറി തന്നെ 3-4 തവണയായിട്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 4 തവണയായിട്ട്. അതും ചെറിയ ശമ്പളം. ആ ചെറിയ ശമ്പളം 4 തവണയായിട്ടൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ റിപ്പോർട്ടേഴ്സിന് ധാരാളം സാലറി കൊടുക്കുന്നുണ്ട്.
നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള സാലറി മേടിക്കുന്ന, ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന സാലറി മേടിക്കുന്ന റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ ധാരാളമുണ്ട്. ടാക്സ് അടച്ചില്ലെങ്കിൽ ഇൻകം ടാക്സിന് നോട്ടീസ് കൊടുക്കുന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയിലുള്ള ധാരാളം മാധ്യമപ്രവർത്തകരുണ്ട്. പക്ഷേ പൈസ മാത്രമല്ലല്ലോ, പ്രഷറും അവർ അതേ രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ജോലിയുടെ ഇരട്ടി പ്രഷർ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രഷർ വരുമ്പോഴാണ് ഇത്തരം ആളുകൾ ആഘോഷിക്കപ്പെടുന്നത്. എന്തും വാർത്തയാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. മുൻപൊരു CPM പ്രവർത്തകൻ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തി. CPMൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ അരി മോട്ടിച്ചെന്ന് പറഞ്ഞ് കള്ളനായി പ്രഖ്യാപിച്ചു. കള്ളനായിട്ട് അദ്ദേഹം സാധനങ്ങൾ മോട്ടിച്ചു. അതായത് ഈ പറയുന്ന പിന്നെ ഇവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെ സാധനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് സാധനങ്ങൾ മോട്ടിച്ചതായി പറഞ്ഞ് അദ്ദേഹത്തെ വളരെ ക്രൂരമായി ഇവിടെ വേട്ടയാടി. അതിനു മുമ്പ് ഞാനൊരു കഥ പറഞ്ഞുതരാം. തിരുവനന്തപുരം നിന്നും അതല്ല, പിന്നെ നമ്മുടെ പാരിപ്പള്ളിയിൽ, കൊല്ലം പാരിപ്പള്ളിയിൽ ഒരു കുഞ്ഞിനെ തിരുവനന്തപുരം പിന്നെ കുട്ടികളുടെ ആശുപത്രി ഉണ്ടല്ലോ, നമ്മുടെ SAT പ്രവേശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ പിൻഭാഗത്ത് 4 അടിച്ച പാടുകളുണ്ട്. കുഞ്ഞിൻ്റെ പിന്നെ പുറകു ഭാഗത്ത്, ഈ കാലിൻ്റെ പുറകു ഭാഗത്ത്. അപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടു. അപ്പോൾ കുഞ്ഞിനോട് ഈ അമ്മയോട് ചോദിച്ചു, ആരാടി കുഞ്ഞിനെ മർദ്ദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനാ അടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഡോക്ടർ ഇതുപോലെ അസ്വാഭാവികമായി കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നു. ഏതോ റിപ്പോർട്ടർ എന്നല്ല, ഒരു റിപ്പോർട്ടർ വിളിച്ച് ചോദിച്ചു. ഒരു വനിതാ റിപ്പോർട്ടർ വിളിച്ച് ചോദിച്ചു. റിപ്പോർട്ടർ പറഞ്ഞു, ഇതുപോലെ ആ കുട്ടി മരിച്ചിട്ടുണ്ട്, കുട്ടിയുടെ കാലിൽ ഒരു അടിപെറ്റ പാട്, അമ്മയാണ് അടിച്ചതെന്ന് അമ്മ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടറും പറഞ്ഞു. അവർ നല്ല ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞത്. അമ്മ അടിച്ചിട്ടുണ്ടെന്ന് അമ്മ സമ്മതിച്ചല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ റിപ്പോർട്ട് ചെയ്തു, കൊല്ലം പാരിപ്പള്ളിയിൽ അമ്മയുടെ അസ്വാഭാവിക സാഹചര്യത്തിൽ കുഞ്ഞ് മരിച്ചു, കുഞ്ഞിൻ്റെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ, കുറ്റമേറ്റ് അമ്മ ബ്രേക്ക് ചെയ്തു. വലിയ വിവാദമായി. അങ്ങനെ എല്ലാവരും ഈ അമ്മയെ പൂരത്തെറി. അത് നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയാമല്ലോ. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വാലും ജയിലൊന്നുമൊന്നുമില്ല. അഫാനെ പോലെ ഒരാൾ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അഫാനെ പുറത്തിറക്കിയെന്നും പറഞ്ഞ് തെറി വിളിച്ചു മജിസ്ട്രേറ്റിനെ. PV കുഞ്ഞികൃഷ്ണൻ, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന് പൂരത്തെറി. ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണന് പൂരത്തെറി. ശരിക്കും അഫാനെ അല്ല പുറത്തിറങ്ങിയത്, അഫാനെ പോലെ ഒരാൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. പോലെ ഒരാൾക്ക് അവിടെ സ്ഥാനമില്ല. അഫാനെ എന്തിന് കുഞ്ഞികൃഷ്ണൻ പുറത്തിറങ്ങി? അപ്പോൾ ഇങ്ങനെ വാർത്ത വന്ന് അമ്മയുടെ മാനസികാവസ്ഥ, അമ്മയെല്ലാവരും സമൂഹം പൂർണ്ണമായി ഒറ്റപ്പെടുത്തി. അവർ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ന്യൂമോണിയ ആയിരുന്നു. ന്യൂമോണിയ കാരണം ഈ കുഞ്ഞിനെ അവിടുത്തെ ഒരു പാരിപ്പള്ളിയിലെ ഒരു ആശുപത്രി, ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുചെന്നപ്പോൾ അവന് ഈ പറയുന്ന ഡോക്ടർക്ക്, അയാൾക്ക് ഇവിടെ നിന്ന് MBBS കിട്ടിയെന്നാൽ പിന്നെ പരിശോധിക്കാം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഈ കുഞ്ഞിന് കാര്യമായി പ്രശ്നമൊന്നുമില്ല, ചെറിയ പനിയാണെന്ന് പറഞ്ഞു. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഹാരം എടുക്കുക വലിയ പാടാണ് കുഞ്ഞുങ്ങൾ. ആഹാരം എടുക്കില്ല കുഞ്ഞുങ്ങൾ. ആഹാരം എടുക്കാതായപ്പോഴത്തേക്ക് കുഞ്ഞ് ആഹാരം എടുക്കാത്തത് മനഃപൂർവ്വം വാശി പിടിച്ചിട്ടാണ് എന്ന് കരുതി അമ്മ ഈർക്കിൽ വെച്ച് കാലിൽ അടി കൊടുത്തു. ഈർക്കിലാവുമ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ തെണുത്ത് കയറി വരും. അതാണ് അവിടെ സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എന്താ, ഈ കുഞ്ഞ് മരിച്ചത് ന്യൂമോണിയ ബാധിച്ചാണ്. ഒരു മാധ്യമം പോലും അത് തിരുത്തി കൊടുത്തില്ല. ന്യൂമോണിയ ബാധിച്ചാണ് കുഞ്ഞ് മരിച്ചത് എന്നുള്ള കാര്യം. ആ അമ്മയുടെ അവസ്ഥ, അന്ന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ എരി കിട്ടിയിരുന്നെങ്കിൽ അവർ മണ്ണെണ്ണ വെച്ച് കത്തിച്ചേനെ. അതായിരുന്നു കാര്യം. ഒരു അമ്മയെ ഏതാണ്ട് 8 മണിക്കൂറിൽ കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഇവിടെ സാധിച്ചു. അതുപോലെ ഈ പറയുന്ന പോലെ ക്രോസ് ചെക്ക് ചെയ്യാതെ വരുന്ന ഒരുപാട് വാർത്തകളാണ് ഇത്തരം നിഖിലമാരും ആഘോഷിക്കപ്പെടാൻ കാരണം. കുറേ കഴിയുമ്പോൾ അവരെ പിന്നെ നമ്മൾ തിരിച്ച് പറയേണ്ട ഒരു അവസ്ഥ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഹൈപ്പ്, ഇപ്പം ഞാൻ എന്നെ ന്യായീകരിക്കല്ല, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഹൈപ്പ്, നമ്മൾ പോലുള്ള മാധ്യമപ്രവർത്തകർ ഇരുന്ന് ഒരാളെ തള്ളിമറിച്ച് അയാൾ ഒരു വലിയ തെങ്ങാണ് എന്ന് പറഞ്ഞ്, നല്ല കായ്ഫലമുള്ള തെങ്ങാണെന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ഈ കായ്ഫലം തേടി നാട്ടുകാർ മേളിൽ ചെല്ലുമ്പോഴായിരിക്കും ഇത് മണ്ടടച്ചിരിക്കുന്നത് കാണുന്നത്. അതാണ് അവസ്ഥ. ശരി.